അമൃത, അതിനുശേഷം ഇപ്പോൾ മറ്റ് അവസരങ്ങൾക്ക് വേണ്ടി വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ ഏത് സിനിമയിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന ലെവലിലോ അല്ലെങ്കിൽ പുതിയ വേറെ ക്യാരക്ടർ റോൾസൊക്കെ വാഗ്ദാനം ചെയ്യുന്ന സമയത്തൊക്കെ ഇത് നിരന്തരം അനുഭവിക്കേണ്ടി വരികയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇത് ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവാത്തവരാണ് എല്ലാ പെൺപിള്ളേരും. എനിക്ക് എൻ്റെ അനുഭവം വെച്ചാൽ ഞാൻ ഗ്യാങ്ങായിട്ട് പോകുന്നവരാണ്. എനിക്കറിയുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ട്. അപ്പോൾ അവരൊന്നും ഇതിന് തയ്യാറാവാത്ത ആൾക്കാരാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് ചോദിച്ചിട്ടാണ് ക്യാരക്ടർ റോള് വരുമ്പോഴത്തേക്കും അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവണം എന്നുള്ള രീതിയിലേക്കാണ് പലരും വിളിക്കുന്നത്. എല്ലാവരും അങ്ങനെയല്ല. നല്ല ടീമുകളുണ്ട്, നല്ല ആൾക്കാരുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്യാരക്ടർ റോൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അധികവും ഇപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് കിട്ടുന്നതൊക്കെ അധിക പേരോടും അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഒരു ലേഡി തന്നെ എന്നെ വിളിച്ചായിരുന്നു, അമൃതയ്ക്ക് പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, ചേച്ചിക്ക് എങ്ങനെയാണ് പറ്റുന്നത്, ചേച്ചി ഒരു സ്ത്രീയല്ലേ, എങ്ങനെയാണ് ചേച്ചിക്ക് അത് കഴിയുന്നത് ഇങ്ങനെ കൂട്ടിക്കൊടുക്കാന്ന് പറഞ്ഞു. അപ്പം എടാ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം മേലെയുള്ള ആൾക്കാർ പറയുന്നത് നമുക്കത് കേട്ടല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അവർക്കൊക്കെ പൈസയാണ് മാനദണ്ഡം എന്ന് പറയുന്നത്. ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ വെറും ഒരു കച്ചവടം പോലെ സ്ത്രീകളെ ഉപയോഗിച്ചിട്ട് ഒരു സ്ത്രീകളെ ശാപം ഏറ്റുകൊണ്ട് ഒരു വലിയൊരു മൂവി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് മാറി, വെറും ഒരു കച്ചവടം എന്നുള്ള രീതിയിലേക്ക് ഇത് മാറി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ കാലത്തെ എല്ലാ പെൺകുട്ടികളും പറയുന്നുണ്ട് ഇങ്ങനെ എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ് ചോദ്യം. എനിക്ക് ഈ ഒരു ഷൈജു എന്ന് പറയുന്ന ആളെ വിളിച്ചപ്പം എനിക്ക് ഭയങ്കര ഞാൻ ഇമോഷണലായിരുന്നു. എനിക്ക് അന്ന് ഉറക്കം വന്നിട്ടില്ല. കാരണം നമ്മളൊക്കെ പ്രതികരിക്കുക എന്ന് പറയുമ്പം നമുക്ക് എവിടെ നിന്നാലും ആരെങ്കിലും ഒരു മോശമായിട്ടൊരു കാര്യം നമ്മളോട് പറയുകയോ പ്രവർത്തിക്കുകയോ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ പ്രതികരിക്കും. ഒന്നെങ്കിൽ മോന്തക്കിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ പറയും, തെറി വിളിക്കും. അങ്ങനെ ഒരു ഇതാണ് ഇന്നത്തെ കാലത്തെ പെൺപിള്ളേർ ചെയ്യുന്ന കാര്യം. അപ്പം ആ ഒരു സമയത്ത് ഇയാൾ ഇങ്ങനെ വിളിക്കുമ്പോൾ വളരെ ഡീസൻ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വളരെ ഡീസൻ്റായിട്ട് മറുപടി പറയുക എന്ന് പറയുന്നത് അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പം എനിക്ക് അന്ന് എനിക്കത് പ്രതികരിക്കാൻ പറ്റാത്തതിൽ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ചെയ്യുന്നേ, എന്നിട്ട് പോസ്റ്റ് ചെയ്യ്, അത് ഒന്ന് ഇതാവട്ടെ, എല്ലാവരും ഒന്ന് അറിയട്ടെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം എനിക്ക് എൻ്റെ കൂടെ വോയിസ് എത്രത്തോളം ആൾക്കാരുണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒറ്റപ്പെട്ട രീതി, കാരണം പെൺപിള്ളേർ പ്രതികരിക്കുന്നപ്പോഴത്തേക്കും സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ഒരു നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന ഒരുപാട് സന്ദർഭം ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പ്രതികരിക്കുമ്പോഴത്തേക്കും പല ആൾക്കാരും ഇങ്ങനെ നോക്കി നിൽക്കുക അല്ലാതെ അതിനൊരു സപ്പോർട്ടീവായിട്ട് നിൽക്കാത്തത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ അന്നത് പ്രതികരിക്കാത്തത്. പക്ഷെ ഇപ്പം ഈ ഒരു മേഖലയിലുള്ള അനവധി പേര് ഇതിലേക്ക് വന്ന് പ്രതികരിക്കുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇത് പ്രതികരിക്കാൻ എനിക്ക് അവസരം കിട്ടില്ല. എനിക്ക് ഭയങ്കര ഒരു അഭിമാനവും സന്തോഷവും എനിക്കുണ്ട്. തീർച്ചയായും അത്തരം തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവർക്കുണ്ടാകുന്ന ധൈര്യം വലുതാണ്. അമൃത, വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിനും ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും.